ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ബജറ്റ് കോലാഹലം കോഴിക്കോട് കോർപ്പറേഷനിലും. ജനകീയ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മറന്ന് വെറും അഴിമതി ആരോപണത്തിന്റെ പേരിൽ ബഹളം നടത്തുന്നത് പൊതുജനത്തെ കളിയാക്കുന്നതിന് സമാനമാണ്. നിയമസഭയിലും കോർപ്പറേഷനിലും ജനങ്ങളെ മറന്നുകൊണ്ട് നടന്ന ബഹളങ്ങൾക്ക് ജനപ്രതിനിധികൾ തന്നെ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ന്യായീകരണം എന്തായാലും. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബജറ്റ് അവതരിപ്പിച്ചു. ജനഹിതമെന്ന് ഭരണപക്ഷം, ജനദ്രോഹമെന്ന് പ്രതിപക്ഷം. അഴിമതി ആരോപണ വിധേയനായ ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രളയം. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില പുതുക്കി നിശ്ചയിച്ചത് സംബന്ധിച്ച് VM സുധീരൻ കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ. വാർത്തകൾ വിശദമായി. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ 509 ഇനം മരുന്നുകളുടെ വില പുതുക്കി നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് VM സുധീരൻ കേന്ദ്രമന്ത്രി അനന്തകുമാറിന് കത്തയച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു V മുരളീധരൻ. സഹമന്ത്രി ശ്രീ ഗംഗാറാം അഹിർ വിശദീകരിച്ചത് 509ഓളം മരുന്നുകളുടെ വില കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ശ്രീ KPCC പ്രസിഡന്റ് ആ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുമ്പോൾ ഈ കുറക്കുന്നതും തെറ്റാണ് എന്നുള്ള അർത്ഥത്തിലാണോ അദ്ദേഹം കത്തെഴുതുന്നത് എന്നാണ് എനിക്ക് സംശയം തോന്നിയത്. മരുന്ന് വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം റദ്ദാക്കണം എന്നതാണോ VM സുധീരൻ ഉദ്ദേശിച്ചതെന്നും കേന്ദ്ര സർക്കാരിനെതിരെ അപവാദ പ്രചരണം നടത്തുകയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും താൻ സംശയിക്കുന്നതായും V മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. പയ്യോളി മനോജ് വധക്കേസ് പ്രതികളെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സർക്കാർ സംരക്ഷിക്കുകയും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും V മുരളീധരൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ കേരളത്തിൽ ദീർഘകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് മനോജ് കേസും അട്ടിമറിക്കുന്നത്. മന്ത്രി മാണിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മാർച്ച് 26, 27 തീയതികളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ജനാധിപത്യ സംരക്ഷണ റാലികൾ സംഘടിപ്പിക്കും. BJPയിൽ കൂടുതൽ അംഗത്വത്തിനായി ഏപ്രിൽ 15 മുതൽ 25 വരെ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ പ്രത്യേക ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും V മുരളീധരൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 26, 27 തീയതികളിൽ BJP ജനാധിപത്യ സംരക്ഷണ റാലികൾ നടത്തും. 1, 2 തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുമുള്ള ഒരു പ്രവർത്തനത്തിന്റെ രൂപരേഖക്ക് അതിന് രൂപം നൽകും. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷന്റെ 2015-16 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പ്രതിഷേധ സ്വരങ്ങൾക്കിടയിലാണ് ധനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കൂടിയായ ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും നടപ്പായെങ്കിലും പലതും പ്രഖ്യാപനത്തിലൊതുങ്ങി. പുതിയവയും പഴയവയും ചേർന്നതായിരുന്നു പുതിയ ബജറ്റ്. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിലിന്റെ 2014-15 വർഷത്തെ പുതുക്കിയ ബജറ്റും 2015-16 വർഷത്തെ മതിപ്പ് ബജറ്റും ധനകാര്യ സ്ഥിരം സമിതി ചെയർമാനും ഡെപ്യൂട്ടി മേയറുമായ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അവതരിപ്പിച്ചു. 2010 നവംബർ മാസത്തിൽ നിലവിൽ വന്ന കൌൺസിലിന്റെ അവസാന സാമ്പത്തിക വർഷത്തിലെ ബജറ്റാണ് അവതരിപ്പിച്ചത്. 2015-16 വർഷത്തെ മതിപ്പ് ബജറ്റ് 33,683 ലക്ഷം രൂപയുടെ വരവാണ് പ്രതീക്ഷിക്കുന്നത്. ഓൺലൈൻ സംവിധാനത്തിലൂടെ കെട്ടിട നിർമ്മാണ അനുമതിക്കായി
ഈ വർഷം 25 ലക്ഷം രൂപ വിനിയോഗിക്കുന്നുണ്ട്. ബയോമെട്രിക് പഞ്ചിംഗ് സിസ്റ്റം, ഗവേണൻസ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനായി വിവിധ പദ്ധതികൾക്കായി നടപ്പു സാമ്പത്തിക വർഷം 144.71 ലക്ഷം രൂപയാണ് വിനിയോഗിക്കുക. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി 25 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സൌജന്യമായി സ്ഥലം വിട്ടുതരുന്ന പ്രദേശങ്ങളിൽ റോഡ് നിർമ്മാണത്തിനായി കൂട്ടിച്ചേർത്ത 48 വാർഡുകളിൽ 350 ലക്ഷം രൂപയുടെയും നഗരപ്രദേശങ്ങളിലെ വാർഡുകളിൽ 100 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കിർസംകോർ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 ലക്ഷം രൂപ വകയിരുത്തി. മുതലക്കുളം നവീകരണത്തിന് കോർപ്പറേഷന്റെ വിഹിതമായി 75 ലക്ഷം രൂപയും കംഫർട്ട് സ്റ്റേഷനുകളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 115 ലക്ഷം രൂപയും പുതിയ പാലത്തെ അയ്യപ്പൻകാവ് ശ്മശാനത്തിലും പുതിയ ചൂടുകൾ നിർമ്മിക്കുന്നതിനും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി 125 ലക്ഷം രൂപയും മാർക്കറ്റുകളുടെ നവീകരണ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 135 ലക്ഷം രൂപയും വിനിയോഗിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 350 ലക്ഷം രൂപയും സ്കൂൾ കെട്ടിടങ്ങൾക്ക് മെയിന്റനൻസ് പ്രവർത്തികൾക്കായി 235 ലക്ഷം രൂപയും വിനിയോഗിക്കും. SSA വിഹിതമായി 200 ലക്ഷം രൂപ നീക്കിവെച്ചു. അംഗൻവാടികളിലെ പോഷകാഹാര വിതരണത്തിനായി 425 ലക്ഷം രൂപയും അംഗൻവാടി മെയിന്റനൻസിനായി 195 ലക്ഷം രൂപയും ബജറ്റിൽ വിനിയോഗിക്കും. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുമാനദായക സംരംഭങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ വികസന പദ്ധതികൾ എന്നിവയ്ക്കായി 516.93 ലക്ഷം രൂപയുടെ ബജറ്റ് ഈ വർഷത്തിൽ ചിലവഴിക്കും. ജനറൽ വിഭാഗത്തിൽ 150 കുടുംബങ്ങൾ കൂടി വീട് നിർമ്മിക്കുന്നതിന് ധനസഹായം നൽകുന്നതിന് ബജറ്റ് വർഷത്തിൽ നടപടി സ്വീകരിക്കും. നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് കൌൺസിൽ ആരംഭിച്ച സ്ഥലമെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തും. ഇതിനായി 100 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. പൊതു ടാപ്പുകളുടെ വെള്ളക്കരം അടവാക്കുന്നതിന് 130 ലക്ഷം രൂപ വകയിരുത്തി. വരൾച്ചയുടെ ഭാഗമായി ഈ വർഷവും ലോറികളിൽ കുടിവെള്ളം എത്തിക്കും. പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ബജറ്റ് വർഷത്തിൽ 763.32 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും. മത്സ്യബന്ധന മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 58 ലക്ഷം രൂപ ബജറ്റിൽ വിനിയോഗിക്കും. കൃഷി പ്രോത്സാഹനത്തിന് 48.43 ലക്ഷം രൂപയും മൃഗപരിപാലന പ്രോത്സാഹനത്തിനും ക്ഷീരവികസനത്തിനുമായി 48.36 ലക്ഷം രൂപയും വിനിയോഗിക്കും. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കിയ വേങ്ങേരി തുടങ്ങിയ സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഉടമസ്ഥതയിൽ സ്ഥലമുള്ള എലത്തൂർ പോലുള്ള പ്രദേശങ്ങളിലും കളിസ്ഥലം നിർമ്മിക്കുന്നതിനായി 150 ലക്ഷം രൂപ വിനിയോഗിക്കും. അഴിമതി ആരോപണ വിധേയനായ ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് എതിരെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. 3 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. അതിനു മുൻപ് തന്നെ പ്രതിഷേധക്കാർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തെത്തി. മാർച്ചും ധർണയും പ്രതിഷേധവുമായി കോർപ്പറേഷൻ ഓഫീസ് പരിസരം ബഹളമയമായിരുന്നു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് വൻ സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയത്. മണ്ണ് സംരക്ഷണം ഉൾപ്പെടെ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് 110 കോടി 24 ലക്ഷം രൂപയുടെ വരവും 105 കോടി 92 ലക്ഷം രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് R ശശി അവതരിപ്പിച്ചു. പാൽ ഉൽപാദനവും മൃഗസംരക്ഷണവും ലക്ഷ്യമാക്കി നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പദ്ധതി വിഭാവനം ചെയ്യുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ വികസനത്തെക്കുറിച്ച് ഒരു വരി പോലുമില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 110 കോടി 24 ലക്ഷം ഉറുപ്പികയുടെ വരവും 105 കോടി 92 ലക്ഷം ഉറുപ്പികയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ബജറ്റാണ് വൈസ് പ്രസിഡന്റ് R ശശി അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയിൽ കൃഷിയുടെ നൂതന രീതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾക്കും പാലുൽപാദനത്തിനും മൃഗസംരക്ഷണത്തിനും നികുതി പിരിവ് ഊർജിതമാക്കാനും വിദ്യാഭ്യാസ മേഖലയിൽ വിജയോത്സവം പദ്ധതി കൂടുതൽ ഊർജിതമായി നടപ്പാക്കാനുമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം വൃദ്ധർ, ഭിന്നശേഷിയുള്ളവർ, മത്സ്യത്തൊഴിലാളികൾ, പട്ടികവർഗക്കാർ എന്നിവർക്കായി മുന്തിയ പരിഗണനയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നെല്ല്, വാഴ, തെങ്ങ് എന്നിവയുടെ ഉൽപാദന വർധനവാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കൂത്താളി, പേരാമ്പ്ര, പുതുപ്പാടി, തിക്കോടി കൃഷി ഫാമുകൾ മികവുറ്റതാക്കി മാറ്റാൻ 3.5 കോടിയോളം രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്.
മണ്ണും ജലവും ജൈവസമ്പത്തും സംരക്ഷിച്ചുകൊണ്ടല്ലാതെ കാർഷിക മേഖലയിൽ സ്ഥായിയായ വികസനം ഉണ്ടാകില്ലെന്ന തിരിച്ചറിവാണ് മണ്ണ് സംരക്ഷണത്തിനായി 16.5 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള കുറ്റ്യാടി തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് 10 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലാ മൃഗാശുപത്രിയുടെയും ചാത്തമംഗലത്തെ റീജിയണൽ പൌൾട്രി ഫാമിന്റെയും അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 1.4 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കായി 75 ലക്ഷം രൂപയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗക്കാർക്ക് സഹായകരമായ രീതിയിൽ സാമൂഹ്യക്ഷേമ മേഖലയ്ക്ക് 2.5 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 കൊല്ലമായി അവതരിപ്പിച്ച ബജറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇക്കൊല്ലം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വരി പോലും ഇല്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK തങ്കമണി, PG ജോർജ് മാസ്റ്റർ, നജ്മ CVM, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീം എന്നിവർ സംബന്ധിച്ചു. കനോലി കനാലിനെ വിഷമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ മുന്നേറ്റത്തിന് തുടക്കമാവുന്നു. കനാലിന്റെ ഇരു കരകളിലുമുള്ള 12 വാർഡുകളിലെ ജനപ്രതിനിധികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്നാണ് കനാലിനെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നവീകരണ പ്രവർത്തികൾക്ക് മുന്നോടിയായി നിലവിൽ കനാലിന്റെ ശോച്യാവസ്ഥ കളക്ടർ N പ്രശാന്ത് ഉദ്യോഗസ്ഥർക്കൊപ്പം നേരിട്ടെത്തി വിലയിരുത്തി. മാറി മാറി വന്ന ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടം മേധാവികളും ഒത്തുശ്രമിച്ചിട്ടും അനുദിനം നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ആയിരക്കണക്കിന് ജനങ്ങളുടെ ആശ്രയമായി മാറേണ്ട കനോലി കനാൽ. ഒഴുക്കില്ലാതെ മാലിന്യങ്ങൾ കുന്നുകൂടി വിഷമയമായ ദുർഗന്ധത്തോടുകൂടിയ കറുത്ത ജലമാണ് ഇന്ന് കനാലിൽ കാണുന്ന ദയനീയ കാഴ്ച. മാലിന്യങ്ങൾക്കൊപ്പം അറവു മാലിന്യങ്ങളും ചില ആശുപത്രികളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ വരെ ഒഴുകിയെത്തുന്ന രഹസ്യ കുഴലുകൾ കനോലി കനാലിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കനോലി കനാലിനെ വിഷമയമാക്കുന്നതിൽ ഇരുകരകളിലുമുള്ള 70ഓളം അഴുക്കുചാലുകൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി ആരോപണമുണ്ട്. കനാലിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല വിധത്തിലുള്ള ഭീഷണികളാലും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഈയൊരു സ്ഥിതിവിശേഷത്തിലാണ് കനോലി കനാലിനെ രക്ഷിക്കാനും കനാലിലെ നീരൊഴുക്ക് ശക്തിപ്പെടുത്തി ശുദ്ധീകരിക്കാനും ലക്ഷ്യമിട്ട് പ്രദേശത്തെ 12ഓളം വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഒപ്പം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് കൂട്ടായ മുന്നേറ്റങ്ങൾക്കായി തയ്യാറെടുക്കുന്നത്. കനോലി കനാലിലേക്ക് തുറന്നുവിടുന്ന 70ഓളം അഴുക്കുചാലുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഇവർ തുടക്കമിടുന്നത്. ജനകീയ മുന്നേറ്റത്തിന്റെ മുന്നോടിയായാണ് ജില്ലാ കളക്ടർ N പ്രശാന്ത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം കനാലിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് നിലവിലുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസഫ് എബ്രഹാം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഗീസ് മാണി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫാത്തിമ, KV ജനാർദ്ദനൻ എന്നിവർ കളക്ടർക്ക് നിലവിലുള്ള സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. കല്യാൺ സിൽക്സിന്റെ തൊടുപുഴയിലെ ഉദ്ഘാടനം കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട കടി. മാർച്ച് 25 നമ്മുടെ കുന്നംകുളത്ത് തന്നെ കല്യാൺ സിൽക്സ് വരിക. താമസിച്ച് മാർച്ച് 25 കുന്നംകുളത്താണെങ്കിൽ ഏപ്രിൽ 6 ആറ്റിങ്കലിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. മാർച്ച് 25 കുന്നംകുളത്തും ഏപ്രിൽ 6 ആറ്റിങ്കലിലും ഉദ്ഘാടനം. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ പേപ്പട്ടി ശല്യം തടയുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണ ശസ്ത്രക്രിയാ ക്യാമ്പ് ആരംഭിച്ചു. വെറ്റിനറി സർവകലാശാലയുടെ സഹകരണത്തോടെ 5 ദിവസമാണ് ക്യാമ്പ്. വന്ധ്യംകരിക്കുന്ന നായ്ക്കളിൽ പേ വിഷബാധയ്ക്കെതിരായ കുത്തിവയ്പും നൽകുന്നുണ്ട്. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനുള്ള കോർപ്പറേഷന്റെ ABC പ്രൊജക്ട് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ടാഗോർ സെന്ററി ഹാളിന്റെ മുറ്റത്തെ വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ മൊബൈൽ സർജറി യൂണിറ്റിൽ തെരുവ് നായയെ ശസ്ത്രക്രിയ ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യവും കാണിച്ചിരുന്നു. മേയർ AK പ്രേമജം ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. MLA മാരായ A പ്രദീപ് കുമാർ, AK ശശീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ M രാധാകൃഷ്ണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, M മോഹനൻ, ഉഷാദേവി, കൌൺസിലർമാരായ MT പത്മ, P കിഷൻചന്ദ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ M രമേഷ് കുമാർ, TP ദാസൻ, IV ശശാങ്കൻ, മനേത് ചന്ദ്രൻ, CP ഹമീദ് എന്നിവർ സംസാരിച്ചു. സീനിയർ വെറ്ററിനറി സർജനും ABC പ്രൊജക്ട് കോർഡിനേറ്ററുമായ ഡോക്ടർ KK ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അനിത രാജൻ സ്വാഗതവും കോർപ്പറേഷൻ സെക്രട്ടറി BK ബൽരാജ് നന്ദിയും പറഞ്ഞു.
വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ പൂളക്കടവിലാണ് വന്ധ്യംകരണ ശസ്ത്രക്രിയാ ക്യാമ്പ്. ABC അസിസ്റ്റന്റുമാർ പിടിക്കുന്ന നായകളെ മയക്കിയ ശേഷം കീഹോൾ സർജറി നടത്തും. മുറിവുണങ്ങാൻ മരുന്ന് നൽകി 3 ദിവസം കഴിഞ്ഞ് പ്രതിരോധ കുത്തിവയ്പ് നൽകി ഇവയെ പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവിടും. ക്യാമ്പിൽ 50 നായ്ക്കളെയെങ്കിലും ശസ്ത്രക്രിയ നടത്തും. കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകിയാൽ നായയെ ഇവർ പിടിച്ചുകൊണ്ടുപോകും. 27 വരെയാണ് ക്യാമ്പ്. മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ നെല്ലിക്കോട് മേലെ നടാങ്ങൽ പ്രദേശത്തുകാർ മനുഷ്യച്ചങ്ങല തീർത്തു. ജനറൽ കൺവീനർ അശോകൻ ചങ്ങല ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ സാംസ്കാരിക സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. മൊബൈൽ ടവർ പ്രതിരോധത്തിന്റെ ഭാഗമായി നെല്ലിക്കോട് മേലെ നടാങ്ങൽ പ്രദേശത്ത് തീർത്ത മനുഷ്യച്ചങ്ങല ബൈപ്പാസ് വഴി തൊണ്ടയാട് വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ നീണ്ടു. പ്രദേശത്തെ 11ഓളം റെസിഡൻസ് അസോസിയേഷനുകളും സാംസ്കാരിക സംഘടനകളും അംഗൻവാടികളും സ്കൂൾ കുട്ടികളും ചങ്ങലയിൽ കണ്ണികളായി. മനുഷ്യച്ചങ്ങല ജനറൽ കൺവീനർ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രതിരോധ കമ്മിറ്റി ചെയർമാൻ OK ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. സാഗര സാംസ്കാരിക സമിതി പ്രസിഡന്റ് KN വാസുദേവൻ നന്ദി പറഞ്ഞു. വരും ദിവസങ്ങളിലും മനുഷ്യച്ചങ്ങലയും ഉപവാസ സമരവും നടത്തുമെന്നും ടവർ പ്രതിരോധ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിനായുള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നറുക്കെടുപ്പ് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ഇത്തവണ 703 പേർക്കാണ് നറുക്കെടുപ്പ് വഴി കേരളത്തിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരം ലഭിച്ചത്. സംസ്ഥാനത്തു നിന്നും ഈ വർഷം ആകെ 65,185 പേരാണ് ഹജ്ജ് യാത്രയ്ക്കായി അപേക്ഷ നൽകിയിരുന്നത്. ഇതിൽ 70 വയസ്സ് കഴിഞ്ഞവരും അവരുടെ സഹായികളുമായി 1868 പേർക്കും 5ാം വർഷ അപേക്ഷകരും ഉൾപ്പെടെ 4930 പേർക്ക് നേരിട്ട് ഹജ്ജിന് അവസരം ലഭിച്ചിരുന്നു. ബാക്കി 703 പേരെയാണ് 4ാം വർഷക്കാരായ 10,111 അപേക്ഷകരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയത്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് ഹജ്ജ് നറുക്കെടുപ്പ് നടത്തിയത്. കരിപ്പൂരിൽ റൺവേ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഹജ്ജ് വിമാന സർവീസ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എയർപോർട്ട് അനുവദിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ വല്ല കാരണവശാലും കോഴിക്കോട് എയർപോർട്ടിൽ പ്രശ്നം വരികയാണെങ്കിൽ കൊച്ചി എയർപോർട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ എയർപോർട്ട് അധികൃതരുമായിട്ട് ഉടനെ ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട്. കൊച്ചി എയർപോർട്ടിന്റെ ഡയറക്ടർ ബോർഡ് 27 ഞാൻ അതിൽ മെമ്പറാണ്. അവിടെ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഇത്തവണയും ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഹജ്ജ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ കളക്ടർ K ബിജു, ET മുഹമ്മദ് ബഷീർ MP, അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ 2015 അൽ മഹറത്തുൽ ഫളീല എന്ന കോഴ്സിന്റെ വാർഷിക പരീക്ഷ SLRC ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്നു. SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി സൂപ്പർവൈസറായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസാണ് പരീക്ഷയിൽ ഉൾക്കൊള്ളിച്ചത്. കേരളത്തിൽ വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ. 2015 കോഴ്സിന്റെ വാർഷിക പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വ്യവസായികൾ, ഗൃഹനാഥകൾ എന്നിവരാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷയെക്കുറിച്ച് സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി. പൊതുപരീക്ഷ വാർഷിക പരീക്ഷ എഴുതുന്നത് അൽ മർഹലത്തുൽ ഫളീല എന്ന ഏറ്റവും ഉന്നതമായ കോഴ്സാണ്. അഥവാ SLRCയുടെ അധ്യാപകന്മാരും സമൂഹത്തിൽ ഖുത്ബ നിർവഹിക്കുന്ന, വെള്ളിയാഴ്ച പള്ളികളിൽ ഖുത്ബ നിർവഹിക്കാൻ പ്രാപ്തരായ ഉന്നതമായ ആളുകളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷയ്ക്ക് ശേഷമാണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ, ജൂനിയർ, സീനിയർ, ആലിയ എന്നീ ബാച്ചുകൾ ഇതിന് താഴെയുണ്ട്. ആ ബാച്ചുകളിലെല്ലാം പരീക്ഷകൾ നടക്കേണ്ടതുണ്ട്. അത് ഏപ്രിൽ മാസത്തിലാണ് അവരുടെ എക്സാം നടക്കുന്നത്. അത് നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള മർസൂ കോളേജിൽ വെച്ചാണ് ആ എക്സാം നടക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസാണ് പരീക്ഷയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക് ഹിസ്റ്ററി, അറബിക് ലിറ്ററേച്ചർ, അറബിക് ഗ്രാമർ എന്നിവയാണ് പരീക്ഷാ വിഷയങ്ങൾ. SLRC ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി പരീക്ഷയുടെ സൂപ്പർവൈസറായിരുന്നു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ അപരാജിത വനിതാ ശില്പശാല സമാപിച്ചു. 3 ദിവസമായി വെള്ളിമാടുകുന്ന് PMOC ഹാളിലായിരുന്നു ക്യാമ്പ്. സമാപന യോഗം KP കേശവ മേനോൻ ഹാളിൽ മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. യുവജനക്ഷേമ ബോർഡ് എക്സ്പെർട്ട് മെമ്പർ CK സുബേർ അധ്യക്ഷനായി. ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം യുവജനക്ഷേമ ബോർഡ് അംഗം A ഷിയാലി നിർവഹിച്ചു.
സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണെന്ന് മന്ത്രി എം.കെ. മുനീർ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തിയ വനിതാ ശില്പശാല അപരാജിതയുടെ സമാപന സമ്മേളനം കെ.പി. കേശവമേനോൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയാൽ മാത്രമേ സ്വതന്ത്രയാകൂവെന്നും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പുരുഷന്മാർക്കാണ് ക്ലാസ് നൽകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീയെ ഒരു മനുഷ്യക്കടത്തിന്റെ ഭാഗമാക്കുക എന്നും ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുക എന്നുള്ളതൊക്കെ സമൂഹത്തിന്റെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവരുടെ ബിസിനസ് നടക്കൂ. അതുകൊണ്ട് പരസ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ തന്റെ ശരീരത്തിൽ അടിച്ചിട്ടുള്ള ഒരു സ്പ്രേ മതി മുഴുവൻ സ്ത്രീകളും അയാളുടെ പിന്നാലെ പോകാൻ എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ള പരസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സമാപന സമ്മേളനത്തിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് മെമ്പർ എം ഷിയാലി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. യുവജനക്ഷേമ ബോർഡ് എക്സ്പെർട്ട് മെമ്പർ സി.കെ. സുബൈർ അധ്യക്ഷം വഹിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ്, എം. സജ്ന, ലിൻഡ ലൂയിസ്, റേഷിൽ ബാബു എന്നിവർ സംസാരിച്ചു. യുവജനക്ഷേമ ബോർഡ് അംഗം ഒ. ശരണ്യ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ കെ. പ്രസീത എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ കൂട്ടായ്മയിൽ ഒരു തുണിക്കച്ചവട സ്ഥാപനം ആരംഭിച്ചു. വട്ടക്കിണർ വിശ്വവിദ്യാപീഠത്തിന് മുൻവശത്താണ് കുടുംബശ്രീ സ്ത്രീകൾ തുന്നിയെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അൽബറ റെഡിമെയ്ഡ് ആരംഭിച്ചത്. കൌൺസിലർ മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ സഹായത്തോടെ വട്ടക്കിണറിൽ അൽബറ റെഡിമെയ്ഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പയ്യാനക്കൽ ADSന് കീഴിലുള്ള 55-ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് അൽബറ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വാർഡ് കൌൺസിലർ മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മേലടി നാരായണൻ, പ്രമീള ദേവദാസ്, ജയശീല, സുജ, അബൂബക്കർ, NP റസിയ ബി, ഫൗസിയ, ഹാജിറ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ ഓർമ്മകൾ പുതുക്കി ജില്ലയിലെങ്ങും AKG ദിനം ആചരിച്ചു. ബ്രാഞ്ചുകളിൽ പ്രഭാത പേരി മുഴക്കുകയും പതാക ഉയർത്തുകയും ചെയ്തു. വൈകിട്ട് ഏരിയ കേന്ദ്രങ്ങളിൽ റെഡ് വളണ്ടർ മാർച്ചും പൊതുയോഗവും നടന്നു. മുതലക്കുളത്ത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS AKG ദിനം ആചരിച്ചു. മുതലക്കുളത്ത് നടന്ന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. RSSന്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന BJP സർക്കാർ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഫാസിസ്റ്റ് നയമാണ് നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാപരമായി അവകാശമുള്ള പൌരനോട് ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കരുതെന്ന് പറയുന്ന സർക്കാരിനെ ജനങ്ങൾ അതീവ ജാഗ്രതയോടെ കാണണം. അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്കാണ് BJP രാജ്യത്തെ തള്ളിവിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതോ പരലോകങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട മനുഷ്യ ജീവിതത്തിന്റെ വിധി വിലക്കുകൾ മനുഷ്യരുടെ സംഘടിത പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളിലൂടെ തിരുത്തി എഴുതപ്പെട്ടു. അതാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത. പരിവർത്തനങ്ങളുടെ പടഹധ്വനികൾ മുഴങ്ങി നിന്ന 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലാണ് EMSും AKGയും എല്ലാം പറന്നു വീഴുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം P. ലക്ഷ്മണൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണൻ, A. പ്രദീപ് കുമാർ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TP ദാസൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി K. ദാമോദരൻ സ്വാഗതം പറഞ്ഞു. റെഡ് വോളണ്ടിയർ പരേഡും റാലിയും നടന്നിരുന്നു. ഇനി ബിസിനസ് വാർത്തകൾ. മലബാർ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സിന്റെ പുതിയ പദ്ധതികളായ
ടർമറിക് പാർക്ക് സ്മാർട്ട് ഹോംസിന്റെയും ഗ്രാൻഡ് ഓക്ക് സൂപ്പർ ലക്ഷറി അപ്പാർട്ട്മെന്റ്സിന്റെയും അവതരണം മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസ് അങ്കണത്തിൽ നടന്നു. ആർക്കിടെക്ട് ഷെറീന അൻവർ സ്വാഗതം പറഞ്ഞു. റീജിയണൽ ടൗൺ പ്ലാനർ KV അബ്ദുൾ മാലിക് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് അതിഥികളെ അഭിസംബോധന ചെയ്തു. ഗ്രാൻഡ് ഓക്ക് ടർമറിക് പാർക്ക് ഭവന പദ്ധതികളുടെ ബ്രോഷർ KV അബ്ദുൾ മാലിക്, ടിനി ഫിലിപ്പ് എന്നിവർ യഥാവിധം പ്രകാശനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ O. അഷർ, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AK നിഷാദ്, KP വീരാൻകുട്ടി, കോർപ്പറേറ്റ് ഹെഡ് അബ്ദുൾ ജലീൽ, ബിസിനസ് കൺസൾട്ടന്റ് ടിനി ഫിലിപ്പ് എന്നിവർ വിവിധ ഫ്ളാറ്റുകളുടെ ആദ്യ ബുക്കിംഗ് ഉപഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ചു. MP അഹമ്മദിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ആർക്കിടെക്ട് ടോണി ജോസഫ് നിർവഹിച്ചു. യുവതലമുറയുമായി ആശയങ്ങളും പ്രചോദനങ്ങളും പങ്കുവയ്ക്കുവാനും ലോകത്തെ പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് പരസ്പരം അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യാനും നവമാധ്യമങ്ങളുമായുള്ള ചുരുങ്ങിയ കാലത്തെ പരിചയം കൊണ്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് MP അഹമ്മദ് അറിയിച്ചു. ക്രിയേറ്റീവ് ഡയറക്ടർ ഭാനുപ്രകാശ് സംസാരിച്ചു. മലബാർ ഡെവലപ്പേഴ്സ് കേരളത്തിലെ മുൻനിര ബിൽഡർമാരിൽ പ്രമുഖരാണ്. 20 വർഷമായി കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിന് ഫ്ളാറ്റുകളും വില്ലകളും വാണിജ്യ ആവശ്യത്തിന് ബഹുനില മന്ദിരങ്ങളും ഷോപ്പിംഗ് സമുച്ചയങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച മലബാർ ഡെവലപ്പേഴ്സ് വില്ലകൾ, ടൗൺഷിപ്പുകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ വൻ പദ്ധതികളിലൂടെ മെട്രോ നഗരങ്ങളിൽ സജീവമാവുകയാണ്. മലബാർ ഡെവലപ്പേഴ്സ് ഡയറക്ടർ യാഷിർ ആദി രാജ നന്ദി പ്രകാശിപ്പിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കണമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആവശ്യപ്പെട്ടു. ലിമിറ്റഡ് കമ്പനിയാക്കിയുള്ള സ്വകാര്യവൽക്കരണമായാലും നന്നാവുമെന്ന് കാലിക്കറ്റ് ചേംബർ അഭിപ്രായപ്പെട്ടു. ഈ തീരുമാനം 100% വിജയിക്കുമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടം വ്യോമയാന മന്ത്രിക്ക് സമർപ്പിക്കുമെന്നും ചേംബർ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർവകലാശാലകളായ ഇഫ്ലുവിന്റെയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയും പ്രവേശന പരീക്ഷാ കേന്ദ്രങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനത്തെ എന്തുവില കൊടുത്തും എതിർക്കുമെന്ന് ISO സംസ്ഥാന പ്രസിഡന്റ് നഹാസ മാള പറഞ്ഞു. മാർച്ച് 27-ന് ഇഫ്ലുവിന്റെ പ്രവേശന പരീക്ഷാ കേന്ദ്രമായ പോണ്ടിച്ചേരിയിലേക്ക് കോഴിക്കോട്, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുടെ സമര ബസ് സംഘടിപ്പിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമര ബസ് മെയ് 28-ന് രാവിലെ പോണ്ടിച്ചേരിയിലെത്തും. ചാക്കരിക്കാട് വെൽഫെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ സിറ്റി കണ്ണാശുപത്രി കോഴിക്കോടിന്റെയും കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധന, തിമിരരോഗ നിർണയവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. വിജിത്ത് കിങ്സ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ 1 മണി വരെയായിരുന്നു പരിപാടി. സിറ്റി കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. KP മൻസൂർ അധ്യക്ഷം വഹിച്ച പരിപാടി കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം കോർഡിനേറ്റർ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ചാക്കരിക്കാട് വെൽഫെയർ സെന്റർ പ്രസിഡന്റ് ബിനീഷ് P, ഡോക്ടർ പ്രീത, അനീഷ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ചും കാലിക്കറ്റ് ചെസ്റ്റ് ക്ലബ്ബും സംയുക്തമായി മാർച്ച് 24-ന് ചൊവ്വാഴ്ച ലോക TB ദിനം ആചരിക്കും. രാത്രി 8 മണിക്ക് IMA ഹാളിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ TB നിയന്ത്രണത്തിന് IMAയുടെ പങ്കിനെക്കുറിച്ച് ഡോക്ടർ ജോജു പോംസൺ വിവരിക്കും. TB രോഗം എങ്ങനെ കണ്ടുപിടിക്കാം, ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചുള്ള സെമിനാറിൽ കേരളത്തിലെ പ്രശസ്ത നെഞ്ചുരോഗ വിദഗ്ധന്മാർ പങ്കെടുക്കും. കോഴിക്കോട് NIT സംഘടിപ്പിക്കുന്ന രാഗം ഫെസ്റ്റ് 26 മുതൽ 29 വരെ NIT ക്യാമ്പസിൽ നടക്കും. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും ശില്പശാലകളും ഇന്റർനാഷണൽ ബാൻഡുകളുടെ സ്റ്റേജ് ഷോകളും മ്യൂസിക് ഇവന്റുകളും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അകാലത്തിൽ മരണപ്പെട്ട റോസ്മേരി ജോസഫിന്റെ സ്മരണാർത്ഥം കൊക്കാപ്പിള്ളിൽ കുടുംബയോഗം ഏർപ്പെടുത്തുന്ന റോസ്മേരി അവാർഡിന് സാമൂഹ്യ പ്രവർത്തക അശ്വതി നായർ തിരഞ്ഞെടുക്കപ്പെട്ടു. 10,001 രൂപയും ഫലകവും അടങ്ങിയതാണ് അവാർഡ്. ഏപ്രിൽ 13-ന് കോഴിക്കോട് കോടഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന കൊക്കാപ്പിള്ളിൽ കുടുംബ സംഗമത്തിൽ വെച്ച് അശ്വതിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് ചെയർമാൻ സണ്ണി കൊക്കാപ്പിള്ളിൽ, സെക്രട്ടറി സ്റ്റാൻലി ജോസഫ് കൊക്കാപ്പിള്ളിൽ എന്നിവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബജറ്റ് അവതരിപ്പിച്ചു. ജനഹിതമെന്ന് ഭരണപക്ഷം, ജനദ്രോഹമെന്ന് പ്രതിപക്ഷം. അഴിമതി ആരോപണ വിധേയനായ ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രളയം. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില പുതുക്കി നിശ്ചയിച്ചത് സംബന്ധിച്ച് VM സുധീരൻ കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.